നമസ്കാരം. എൻ്റെ പേര് ഷിബു ഡേവിഡ്. ഞാൻ യുകെയിലെ ലിങ്കൺ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. എനിക്കുണ്ടായ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ ഓണത്തിന് ഫെലിക്സോ എന്ന് പറഞ്ഞ പേരിലൊരു പുതിയ ബ്രാൻഡ് ഞാൻ യുകെയിൽ ലോഞ്ച് ചെയ്യാൻ ആഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ റെഡി ടു വെയർ ആയിട്ടുള്ള കസവും ഉണ്ടായിരുന്നു, പോക്കറ്റും ഒക്കെ ഉള്ള, എന്ന് പറഞ്ഞാൽ നമ്മളെ പാൻറ്റ് പോലെ അത് ഉപയോഗിക്കാം നമുക്ക്. അങ്ങനത്തെ ഒരു മുണ്ടായിരുന്നു. അങ്ങനെ 74 മുണ്ട് ഞാൻ കേരളത്തിലെ ആലപ്പിയിൽ നിന്ന് എയർവിഞ്ച് എന്നൊരു കൊറിയർ വഴി ഇങ്ങോട്ട് അയക്കുകയുണ്ടായി. പക്ഷെ അവരത് ഹാൻഡ് ഓവർ ചെയ്ത് സ്പീഡെക്സ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ് ബോംബെയിലുള്ള ടീമിനെ കൊടുത്ത് അവർ ഇവിടുത്തെ DPD ആയിട്ട് ടൈപ്പായിരുന്നു. ഞാൻ അയച്ചത് 13-ാം തീയതി ഓഗസ്റ്റിൽ അയച്ച സാധനം എനിക്കിവിടെ കിട്ടിയത് 1 സെപ്റ്റംബറിലാണ്. അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 6-ാം തീയതി 6 ദിവസം അല്ലെങ്കിൽ 6 to 8 ഡേയ്സ് എന്ന് അവരോട് പറഞ്ഞത്. പക്ഷേ ആ ഡേറ്റെല്ലാം കഴിഞ്ഞ് ഒരു 19-20 ദിവസം ആയപ്പോഴാണ് എനിക്കിവിടെ ഇത് കിട്ടിയത്. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കസ്റ്റംസിൻ്റെ ചെക്കിങ്ങും ഉണ്ട്, അവർക്ക് എന്തോ ഡൗട്ട് വന്നു അങ്ങനെ ചെക്കിങ്. അപ്പോൾ ഞാൻ അതായിരിക്കും അന്ന് ഒരു കാര്യം ചെയ്യും, നിങ്ങളെനിക്കത് എന്താ റീസൺ എന്നുള്ള മെയിൽ ചെയ്യാൻ പറയും. അവർ മെയിലൊന്നും ചെയ്തില്ല. അങ്ങനെ വെയിറ്റ് ചെയ്തു ഏകദേശം 1 സെപ്റ്റംബർ ആയപ്പോൾ നമ്മളത് കിട്ടിയപ്പോൾ തന്നെ അവർ നമ്മളെ പാഴ്സൽ അയക്കുന്നതിന് മുമ്പേ പാക്ക് ചെയ്തൊരു ബോക്സ് കാണിച്ചു, അതിൻ്റെ കിലോ കാണിച്ചായിരുന്നു. ആ ബോക്സ് അല്ല ഇവിടെ വന്നപ്പോൾ അതിന് ഹോളൊക്കെ ഉണ്ട്. DPDയുടെ 1-2 സ്റ്റിക്കറുണ്ട്. നിങ്ങൾക്ക് ആ ബോക്സ് ഞാൻ ഇതിനകത്ത് നിങ്ങൾ കാണിക്കാം. അപ്പോൾ എൻ്റെ മോനെ വിളിച്ച് ഞാനത് വീഡിയോ ഓപ്പൺ ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്തു. ഫസ്റ്റ് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, 1-2 മുണ്ടൊക്കെ നല്ലതാണ്. അതിൻ്റെ താഴത്തോട്ട് നമ്മൾ എടുക്കാൻ തുടങ്ങിയപ്പം ആ മുണ്ടുകൾ മുഴുവൻ നനച്ചിരിക്കുക, നനഞ്ഞ് മണം വരെ വരാൻ തുടങ്ങി. കസവ് മുണ്ട് മുഴുവൻ കറ പിടിച്ച പോലെ അവസ്ഥയില്ല. ചില മുണ്ടിനൊന്നും അതിന് കവറില്ല. നമ്മൾ ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് അത് പ്ലാസ്റ്റിക് കവറിൽ, ട്രാൻസ്പെറൻറ്റ് കവറിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ആ കവറൊന്നും ഇല്ലാതൊക്കെയാണ്. ഇതൊക്കെ കാണിച്ച് നമ്മൾ നമ്മുടെ പാഴ്സലുകാരെ വിളിച്ചു ഞാൻ. അപ്പോൾ അവരുമായിട്ട് ഇങ്ങനെ സംസാരം ഉണ്ടായി. നമ്മൾ പക്ഷേ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊറിയറിൻ്റെ ഫുൾ ചാർജ് പ്ലസ് 74 മുണ്ടിന് 1500 വെച്ചാണ് നമ്മൾ ചാർജ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് അവർ അതിനൊരു വില ഇട്ടിരിക്കുന്നത് 200 ഉള്ളൂ, അത് കൂടുതൽ അവർക്ക് ഒട്ടും തരാൻ പറ്റത്തില്ല. അങ്ങനെ 33 എണ്ണമാണ് നമുക്ക് കംപ്ലയിൻ്റ് ആയത്. 33 × 200 വെച്ച് തരാമെന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊരു കണ്ടീഷൻ വെച്ചു, ഒരു കാര്യം ചെയ്യും, ഇത് കിട്ടുന്ന സ്ഥലം ഞാൻ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം 33 മുണ്ട് മേടിച്ച് നിങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ മതി. കസവ് വേണമെന്നില്ല, ഇപ്പോൾ ഓണം കഴിഞ്ഞുകൊണ്ട് എനിക്ക് കസവിൻ്റെ ആവശ്യമില്ല. വേറെ ഇതേപോലെ ഇലാസ്റ്റിക്കും പോക്കറ്റും ഉള്ള സ്ഥലം, ഈ നിർമ്മിക്കുന്ന സ്ഥലം, ഇത് പേറ്റൻ്റുള്ള ഒരു ഇതാണ്, അത് വേറെ ആർക്കും നിർമ്മിക്കാൻ പറ്റത്തില്ല. ആ സ്ഥലം പറഞ്ഞു കൊടുത്തു. പക്ഷെ അവരവിടെ വിളിച്ചപ്പം എൻ്റെ റേറ്റെല്ലാം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് കറക്റ്റ് റേറ്റ് ആണ്. നമ്മളിവിടെ വിൽക്കാൻ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് 34 പൗണ്ടിനാണ് നമ്മുടെ വെബ്സൈറ്റിലൊക്കെ ഉണ്ടായ വിലയൊക്കെ. പക്ഷേ അതിൻ്റെ പകുതി പോലും ഞാൻ ചോദിക്കാതെയാണ് 1500 എന്നുള്ള വില ഇട്ടിരിക്കുന്നത്. അതുപോലെ അവർക്ക് എഗ്രി ആകുന്നില്ല. അവർ പറഞ്ഞ് 200 കൂടുതലവർക്ക് തരാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പം. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പാഴ്സലൊക്കെ വരുത്തിക്കുമ്പം ജസ്റ്റായിട്ട് തിരക്കണേ, പൈസ കുറവിൻ്റെ പുറമെ നോക്കാതെ നല്ല കൊറിയർ വഴി അയക്കാൻ നോക്കുക. അതുപോലെ ഈ സബ്ബൊക്കെ എടുത്താൽ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്ന ഡയറക്റ്റ് അല്ല. ഇപ്പോൾ നമ്മുടെ എയർവിഞ്ചുകാർ സ്പീഡെക്സ് എക്സ്പ്രസ്സുകാർക്ക് കൊടുത്തു, അവർ DPDക്കാർക്ക് കൊടുത്തു, അങ്ങനെ കൈമാറി വരുമ്പോൾ ഇവരാരും ഉത്തരവാദിത്വം ഏൽക്കത്തില്ല. അവർ പറയുന്ന കണ്ടീഷനിൽ നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അയക്കുന്ന പാഴ്സലിൻ്റെ കറക്റ്റ് വില കാണിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ കൂടെയാണ് ഈ മെസ്സേജ് ഇടുന്നത്. താങ്ക് യു.